നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് മറ്റു പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമാർന്ന ഒരു കേഡർ സംവിധാനമുണ്ട്. പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ, പാർട്ടിയിലെ സഖാക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ ഇവയൊന്നും ഒരു പൊതുവേദിയിലോ മാധ്യമങ്ങൾക്ക് മുമ്പിലോ തുറന്നു പറയുന്ന രീതി പാർട്ടിക്കുള്ളിൽ ആർക്കും തന്നെയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ 2016 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആരും ഈ സഭയിൽ വേണ്ട എന്ന തീരുമാനമെടുത്ത പിണറായി വിജയൻ എന്തുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രിയായി തുടരുന്നത് എന്ന ചോദ്യം ഉന്നയിക്കുവാൻ ആരും ഇടതുപക്ഷത്തുണ്ടായിരുന്നില്ല. അന്ന് കെ ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരാവശ്യം പല ഇടത് സഖാക്കന്മാരുടെയും ഹൃദയത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും പാർട്ടിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവായ പിണറായി വിജയൻ്റെ വാക്കിനെ ఖണ്ഡിച്ചുകൊണ്ട് ആർക്കും ഒരു അഭിപ്രായവും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് അത്രമേൽ ശക്തമായിരുന്നു പാർട്ടി സംവിധാനം. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങൾ ആലപ്പുഴയിലും കണ്ണൂരിലും അങ്ങനെ പാർട്ടിക്ക് ബലമുള്ള പാർട്ടി ഗ്രാമങ്ങളിലടക്കം കോൺഗ്രസും BJPയും വലിയ തോതിൽ വോട്ടുകൾ പിടിച്ചെടുത്ത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയെ 20 ലോക്സഭാ മണ്ഡലത്തിൽ ഒരിടത്തേക്ക് മാത്രം തളച്ചിടുന്ന രീതിയായതോടുകൂടി പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പാർട്ടിക്കെതിരെയുള്ള ശബ്ദം ഉയർന്നിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം, അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടർന്നാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം ഇവയെല്ലാം പാർട്ടിക്ക് വലിയ ദോഷം ചെയ്യുമെന്ന തരത്തിലേക്കുള്ള അവകാശവാദങ്ങളാണ് ഇപ്പോൾ CPIക്കുള്ളിൽ കാര്യമായി ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അത് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചാ വിഷയമായിട്ടുമുണ്ട്. പണ്ട് പാർട്ടിയെ തിരുത്തുന്ന ഒന്നോ രണ്ടോ നേതാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനെയും ഒരു ഭാഗത്തേക്ക് ഒതുക്കി പാർട്ടി. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന പിന്നീട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ VS അച്യുതാനന്ദനെ ഒതുക്കിയെന്ന് വേണം പറയാൻ. VS അച്യുതാനന്ദൻ ഒതുങ്ങിയതിനു ശേഷം പിന്നീട് പാർട്ടിയിലെ തിരുത്തൽവാദിയായി എന്നും പാർട്ടിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു നേതാവ് ആലപ്പുഴയിലുണ്ടായി. G. സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പാർട്ടിയുടെ എല്ലാ കൊള്ളരുതായ്മയും പാർട്ടിയുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാർട്ടി വേദികളിൽ തന്നെ പാർട്ടി അണികളോട് മുഖം നോക്കാതെ പറയുന്ന നേതാവായിരുന്നു G. സുധാകരൻ. അങ്ങനെ സുധാകരനും ഒതുക്കപ്പെട്ടു. ഇപ്പോൾ പിണറായിയും പിണറായിയുടെ അംഗപരിവാരങ്ങളും മാത്രമാണ് പാർട്ടിക്കുള്ളിൽ ശബ്ദമുയർത്തി നിൽക്കുന്നത്. അതുതന്നെയാണ് ഇടതു പ്രസ്ഥാനത്തെ ചിഹ്നം പോലും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് പരാജയപ്പെടുത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കണ്ണൂരും ആലപ്പുഴയും ഒക്കെ അങ്ങനെ പ്രധാനപ്പെട്ട കോട്ടകളിലെല്ലാം BJP കോൺഗ്രസിൻ്റെ വോട്ട് പിടിച്ചു മാറ്റുന്നതിനനുസരിച്ച് മാത്രം വിജയസാധ്യതയുള്ള ഒരു പാർട്ടിയായി CPIM മാറിയിരിക്കുന്നു. ആലത്തൂരിലെ K. രാധാകൃഷ്ണൻ്റെ വിജയം സത്യത്തിൽ BJP സ്ഥാനാർത്ഥിയായ സരസു നൽകിയതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80,000-ൽ പരം വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന BJPക്ക് 2024 ആയപ്പോഴേക്കും 1 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു. പാർട്ടി എവിടെ പരാജയപ്പെട്ടു, പാർട്ടിയുടെ പരാജയത്തിൻ്റെ കാരണം എന്താണ് എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇടതുപക്ഷത്ത് കാര്യമായി ഉയർന്നിരിക്കുന്നത്. അപ്പോഴാണ് G. സുധാകരൻ വീണ്ടും പാർട്ടിക്കെതിരെ വലിയ ശബ്ദം ഉയർത്തുന്നത്. പാർട്ടിക്കെതിരെ എന്ന് പറയുമ്പോൾ കോഴിക്കോട് വമ്പൻ പരാജയം നേരിടേണ്ടി വന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ഇളമനം കരീമിനെതിരെയാണ് കാര്യമായ രീതിയിലുള്ള ആരോപണം G. സുധാകരൻ ഉയർത്തുന്നത്. പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക് അടക്കമുള്ള പല നേതാക്കന്മാരും ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിലെ പല സഖാക്കന്മാർക്കെതിരെയും പാർട്ടി പ്രവർത്തനങ്ങൾക്കെതിരെയും രൂക്ഷമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. ഇപ്പോൾ G. സുധാകരൻ ഉയർത്തുന്നത് ഒരു വ്യക്തിപരമായ ആരോപണമാണ്. ഈ കാലങ്ങൾക്കിടയിൽ അത്രയും നാളിതുവരെ അങ്ങനെ ഒരു മുതിർന്ന നേതാവും നടത്തിയിട്ടില്ലാത്ത രൂക്ഷമായ ഒരു ആരോപണമാണ് ഇപ്പോൾ G. സുധാകരൻ ഉയർത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ H. സലാം പരാജയപ്പെട്ടതിൻ്റെ പ്രധാന കാരണം G. സുധാകരനാണ് എന്ന പാർട്ടിക്കുള്ളിൽ വലിയൊരു ആരോപണം ഉയർന്നു വന്നു. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ട H. സലാമിൻ്റെ പരാജയത്തിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കുവാൻ ഇപ്പോൾ കോഴിക്കോട് നിന്ന് പരാജയപ്പെട്ട ഇളമനം കരീമിനെ പാർട്ടി നിയോഗിച്ചു. അങ്ങനെ പരാജയത്തിൻ്റെ കാരണം അന്വേഷിച്ച് കണ്ടുപിടിച്ച് പറയുവാൻ വേണ്ടി രൂപം കൊടുത്ത കമ്മീഷൻ്റെ നേതാവായി ഇളമനം കരീം എത്തി. ഇപ്പോൾ G. സുധാകരൻ ഉയർത്തുന്ന ചോദ്യം ഇതാണ്. അമ്പലപ്പുഴയിലെ പാർട്ടിയുടെ പരാജയത്തിൻ്റെ വ്യത്യാസം ആകെ 11,000 വോട്ടിൻ്റേത് മാത്രമായിരുന്നു. ഇപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 പരാജയപ്പെട്ടു നിൽക്കുന്ന പാർട്ടിയുടെ 80% സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടത് 20,000-നും 50,000-നും 1 ലക്ഷത്തിനുമൊക്കെ മുകളിലുള്ള വോട്ട് ഭൂരിപക്ഷത്തിലാണ്. എന്തിനേറെ
അന്ന് അമ്പലപ്പുഴയിലെ പാർട്ടി പ്രശ്നങ്ങൾ പഠിക്കുവാൻ വന്ന കമ്മീഷന്റെ നേതാവായ ഇളമനം കരീം പോലും 1.5 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പിന്നിലാണ് പരാജയപ്പെട്ടു പോയത്. എന്തേ അവിടെ ഒരു അന്വേഷണത്തിന് പാർട്ടി ഉത്തരവിടാത്തത് എന്നതാണ് ജി സുധാകരൻ ഉന്നയിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. മറ്റൊന്ന്, ഇളമനം കരീം മാത്രമല്ല, പാർട്ടിയുടെ പരാജയപ്പെട്ട 19 ലോക്സഭാ സ്ഥാനാർത്ഥികളിൽ ഒട്ടുമിക്ക ആളുകളും വലിയ വോട്ടിൻ്റെ മാർജിനിലാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. തന്നെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി പരാജയപ്പെടുത്തിയെന്ന കുറ്റം ചുമത്തി അന്വേഷണത്തിന് ഉത്തരവിട്ട പാർട്ടി നേതൃത്വം ഇപ്പോൾ എന്തുകൊണ്ടാണ് കമ എന്നൊരു അക്ഷരം പോലും മിണ്ടാത്തത് എന്നാണ് ജി സുധാകരൻ പറയാതെ പറയുന്നത്. അതെ, ജി സുധാകരൻ പറയുന്നു ഇവിടെ നടന്നിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ക്രിമിനലിസം ആണ് എന്ന്. തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒതുക്കുവാൻ വേണ്ടി ഇല്ലാത്ത കള്ളക്കഥകൾ ചമഞ്ഞുണ്ടാക്കി ആലപ്പുഴയിലെ പരാജയത്തിന് താനാണ് കാരണക്കാരനെന്ന് വരുത്തി തീർത്ത് ഒതുക്കുകയായിരുന്നു പാർട്ടി നേതൃത്വം എന്ന് അദ്ദേഹം തുറന്നടിക്കുന്നു. ഒപ്പം പാർട്ടിക്ക് വേണ്ടി പണം പിരിച്ചു നൽകിയതിൽ മറ്റു നേതാക്കന്മാർ നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞുപോയി എന്ന ആക്ഷേപവും ആരോപണവും താക്കീതുമൊക്കെ തനിക്കെതിരെ ഉയർത്തിയിരുന്നു. താനെന്ന് MLA അല്ല, പാർട്ടിയിൽ കൃത്യമായ സ്ഥാനങ്ങളുമില്ല, ആകെ ജനസ്വീകാര്യതയുടെ പുറത്ത് പാർട്ടിക്ക് വേണ്ടി തുക പിരിച്ചു നൽകി. താൻ MLA മന്ത്രിയുമൊക്കെ ആയിരുന്ന കാലത്ത് പലരും ഇപ്പോൾ പിരിച്ചു കൊടുത്തതിനേക്കാൾ ഇരട്ടിയിൽ ഇരട്ടി തുക അന്ന് താൻ പിരിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ താൻ പാർട്ടിയിലെ MLAയോ മറ്റ് മന്ത്രിസ്ഥാനങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും തനിക്ക് അത്രയും തുക പിരിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. പാർട്ടി ചെയ്യുന്നത് തെറ്റാണ്, പാർട്ടിയുടെ നയങ്ങൾ തെറ്റാണ്, പാർട്ടിയുടെ യാത്രയും പാർട്ടിയുടെ ചിന്തയും ഒക്കെ തെറ്റാണ് എന്ന് ജി സുധാകരൻ പല ഉരുവായി തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ തനിക്കെന്ന് ആലപ്പുഴയിൽ ഉണ്ടായ പരാജയത്തേക്കാൾ ഇരട്ടി വലിയ പരാജയങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായിട്ടും ഒരു അന്വേഷണത്തിനും ആരും ഉത്തരവിടാത്തത് പാർട്ടിയുടെ വലിയ നാണക്കേടിൻ്റെയും ക്ഷീണത്തിൻ്റെയും പ്രതിഫലനമാണ് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. ഇളമനം കരീമിനെതിരെ ജി സുധാകരൻ ഉയർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം, അന്ന് അമ്പലപ്പുഴയിലെ പരാജയത്തിൽ ആലപ്പുഴയുടെ ഭൂമിശാസ്ത്രം പോലും അറിയാത്ത ഇളമനം കരീം തന്നെ കുറ്റപ്പെടുത്തുകയും ഒപ്പം അങ്ങനെ ഒരു അട്ടിമറിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവ് നൽകുവാൻ വന്ന 8 സഖാക്കന്മാരെ ഭീഷണിപ്പെടുത്തി തനിക്കെതിരെ പോരാടുകയായിരുന്നു എന്നാണ് ജി സുധാകരൻ ഇപ്പോൾ പറയുന്നത്. അതായത് ഇളമനം കരീം തന്നെ ആക്രമിച്ച് ഇല്ലാതെയാക്കി രാഷ്ട്രീയത്തിൽ ഒതുക്കി തീർത്തു എന്നാണ് ജി സുധാകരൻ്റെ വാദം. ഇതോടുകൂടി ഇടതുപക്ഷ സർക്കാരിൻ്റെ കേന്ദ്ര സംവിധാനത്തിലെ പല സത്യങ്ങളും പുറത്തു വരികയാണ്. കേന്ദ്ര സംവിധാനത്തിൻ്റെ പുറത്ത് പല നേതാക്കന്മാരെയും പലതും പറയാൻ അനുവദിക്കാതെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത തരത്തിലേക്ക് കൂച്ചുവലം കിട്ടി നിർത്തുന്ന ഒരു രീതി ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ആ കൂച്ചുവിലങ്ങളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. 2019 പരാജയത്തിൽ കടിച്ചമർത്തി വെച്ചിരുന്ന പല അമർഷങ്ങളും 2024 പരാജയത്തിൽ എല്ലാ നേതാക്കന്മാരും സഖാക്കന്മാരും അണികളും പ്രവർത്തകരും തുറന്നു പറയുകയാണ്. കേരളത്തിലെ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇരട്ടച്ചങ്ങനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പാർട്ടിയെ വമ്പൻ പരാജയത്തിലേക്ക് ജനം തള്ളിവിട്ടത്. നാളിതുവരെ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിട്ടില്ലാത്ത BJPയും സംസ്ഥാനം കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനും ഒരേ തരത്തിലുള്ള സീറ്റ് നൽകിക്കൊണ്ട് BJP പോലെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം എന്നും പറയാതെ പറയുകയാണ് ജനം. ഇനിയും തിരിച്ചറിയണം, പാർട്ടി ക്ഷയിക്കുന്നുവെന്ന്, പാർട്ടി അടിപതറി വീഴുന്നുണ്ട് എന്ന്, പാർട്ടിയുടെ നേതൃത്വം ശരിയല്ല എന്നും, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിൽ ഇടതുപക്ഷത്തിന് നഷ്ടമായത് നിരവധി വോട്ടുകളാണ് എന്ന് പാർട്ടി പ്രവർത്തകരും CPIയുടെ ജില്ലാ അംഗങ്ങളുമൊക്കെ പറയുന്നത് ഒന്ന് ചെവി കൊള്ളണം. കാര്യമായി അതിനെ പരിശോധിക്കണം. മാറ്റം വേണ്ടി വന്നാൽ തിരുത്തണം. കേന്ദ്ര നേതൃത്വം പല ചർച്ചകൾക്കായി എത്തുമ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കണം. മുഖ്യമന്ത്രിയെ മാറ്റണമെങ്കിൽ മാറ്റുക തന്നെ വേണം. കാരണം ഒരാളെക്കാളും വലുതല്ല പ്രസ്ഥാനമെന്ന് പല സഖാക്കന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളതുമാണ്.